നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസൈനിങ് തൊട്ടിട്ടാണ്. ഇതിൻ്റെ ഫാബ്രിക് സോളിഡ് കളേഴ്സ് ആണെങ്കിൽ സോളിഡ് കളേഴ്സ് നമ്മൾ പാൻറ്റോൺ ഷെയ്ഡ്സിൽ നിന്ന് എടുക്കും. എല്ലാ പ്രിന്റുകളാണെന്നുണ്ടെങ്കിൽ ഇതിന് നമ്മുടെ ഡിസൈനിങ് ടീം അതത് വർഷങ്ങളിൽ ആ സെഗ്മെന്റിൽ ആവശ്യമായിട്ടുള്ള ഡിസൈനുകൾ, അത് ലേഡീസിൻ്റെ കുടകൾക്ക് ലേഡീസിൻ്റെ പ്രിന്റുകളായിരിക്കും, കുട്ടികളുടെ കുടയ്ക്ക് കുട്ടികൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കാർട്ടൂൺസ് സെലക്ട് ചെയ്തിട്ടുള്ള പ്രിന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈനിങ് ആരംഭിക്കുന്നത്. പിന്നെ ഇത് മില്ലുകളിലേക്ക് പോകും. തായ്വാനിലും ചൈനയിലുള്ള ഏറ്റവും മികച്ച ക്വാളിറ്റി ഫാബ്രിക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്ന മില്ലുകളിലേക്കാണ് നമ്മൾ ഈ ഡിസൈൻസ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന സ്പെസിഫിക്കേഷൻസിൽ നമ്മൾ കൊടുക്കുന്ന കൗണ്ട് അനുസരിച്ച് ഇവർ നമുക്ക് വാട്ടർ റിപ്പല്ലൻ്റ് ആയിട്ടുള്ള അംബ്രല ഫാബ്രിക്കിൽ ഈ ഡിസൈൻസുകൾ നമുക്ക് പ്രിന്റ് ചെയ്ത് തരും. പ്രൊഡക്ഷൻ മെയിൻലി 3 ആയിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ഒരു ടൈലറിംഗ് വിങ്, മറ്റേതൊരു ഫിറ്റിംഗ് വിങ്, പിന്നെ ഒരു പാക്കേജിങ് വിങ്. നമ്മുടെ ഫാബ്രിക് ഫാക്ടറിയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിനെ കൊടയുടെ കവറാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഈ റോളുകൾ 68 ഇഞ്ച് വരുന്ന റോളുകളായിരിക്കും കൂടുതലും. അത് നമ്മൾ നമ്മുടെ ടേബിളിൽ വിരിച്ചിട്ട് കഴിഞ്ഞാൽ കൊടയുടെ ത്രികോണം ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മളിവിടെ ഹാൻഡ് കട്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫാബ്രിക്കുമേ വരച്ച് നമ്മുടെ ഹാൻഡ് കട്ടേഴ്സ് ആ മെഷർമെൻ്റ് അനുസരിച്ച് അത് കട്ട് ചെയ്തെടുക്കും. അതാണ് ഫസ്റ്റ് പ്രോസസ്സ്. അത് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ വക്കടിക്കാൻ കൊടുക്കും. അതിനൊരു ഹെമ്മിങ് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. ഹെമ്മിങ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇത് ഒരു ട്രയാങ്കിൾ ഷേപ്പ്, അതുപോലെ 8 ട്രയാങ്കിൾ ഷേപ്പ് ചേർന്നായിരിക്കും ഒരു കൊടയുടെ കവറായിരിക്കുക. അപ്പോൾ ഇത് കവർ ഉണ്ടാക്കാൻ കൊടുക്കുന്നത് ഹെമ്മിങ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത് 8 പാളികൾ ചേർന്ന് വരുമ്പോൾ അതൊരു കവറാവുന്നു. അതോടുകൂടി ആ കൊടയുടെ ഷേപ്പിൻ്റെ ആദ്യത്തെ ഫോമിലേക്ക് എത്തുകയാണ്. പിന്നെയുള്ളൊരു പ്രോസസ്സ് നമ്മൾ ആ കവറ് അതിൻ്റെ മൂടടിക്കാന്ന് പറയും മലയാളത്തിൽ. ഞങ്ങളൊരു റൗണ്ട് സ്റ്റിച്ചിങ്. ഈ റൗണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് കഴിഞ്ഞാൽ അതാണ് ഈ 8 പാളികളെ സ്ട്രെങ്തൻ ചെയ്ത് ഒന്നിച്ച് ചേർത്ത് നിർത്തുന്നത്. പഴയ കാലത്ത് ഇത് ഹാൻഡ് മെയ്ഡ് ആയിട്ടായിരുന്നു ഈ സ്റ്റിച്ചിങ് ചെയ്തിരുന്നത്. ഇപ്പോൾ അതിനെ മെക്കനൈസേഷൻ വന്നിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള നല്ല റൗണ്ട് സ്റ്റിച്ചിങ് മെഷീൻസുകളുണ്ട് നമ്മുടെ കയ്യിൽ. സെമി ഓട്ടോമാറ്റിക് റൗണ്ട് സ്റ്റിച്ചിങ് മെഷീൻസുകളാണ്. അത് അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ആ ഒരു കാര്യം പ്രൊഡക്ഷൻ കഴിഞ്ഞ് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കവറ് സ്ട്രാപ്പ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. നമ്മുടെ പീറ്റാഞ്ചോടെ ലേബിൾ വെച്ചിട്ടുള്ള സ്ട്രാപ്പ് ഫിറ്റ് ചെയ്യുന്നത് അവിടെയാണ്. ഈ സ്ട്രാപ്പിൽ നമ്മൾ നല്ലൊരു പ്രസ് ബട്ടൺ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് മടക്കി വെച്ച് പ്രസ് ബട്ടൺ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ലേബിൾ സ്ക്രീൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ്. ഈ ലേബിളിൽ നമ്മുടെ കമ്പനി ഡീറ്റെയിലും കമ്പനിയുടെ ഈ പ്രൊഡക്റ്റ് ഡീറ്റെയിലും ഉണ്ടാവും. നമ്മുടെ കൊടയുടെ 5 ഫോൾഡ് കൊടയുടെ പേര് മൈക്രോ എന്നാണ്. അപ്പോൾ ഈ മൈക്രോ എന്നുള്ള പേരും ഈ കമ്പനി ഡീറ്റെയിലും അതിൽ കൊടുത്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഫിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും. ട്യൂബും റിപ്സും കൂടി കോർത്തിണക്കി ഫ്രെയിം ഉണ്ടാക്കുന്നതാണ് നമ്മുടെ മെയിൻ പ്രോസസ്സ് നെക്സ്റ്റ് വരുന്നത്. അതിനെ ഫ്രെയിമിംഗ് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. ഫ്രെയിമിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കവർ ഫ്രെയിമിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പിന്നത്തെ ഒരു കാര്യം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ടിപ്പിംഗ് ചെയ്യും. ഇപ്പോൾ ടിപ്പിംഗ് മെഷീനിലാണ് ചെയ്യുന്നത്. വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പണ്ട് ഈ ടിപ്പിംഗ് ഹാൻഡ് മെയ്ഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിലേക്കും മെക്കനൈസേഷൻ വന്നിട്ടുണ്ട്. കൂടുതൽ ഫിനിഷിങ്ങിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കൂടുതൽ വേഗതയിൽ പ്രൊഡക്ഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇടക്കിട്ട് കിട്ടും. അതാണ് ഈ കൊടയുടെ മൊത്തം സ്ട്രക്ചറിനെ ഫ്രെയിമിനോട് ചേർത്ത് നിർത്തുന്ന ഒരു കാര്യം. ഈ ഇടക്കിട്ട് കഴിയുന്നതോട് കൂടിയിട്ട് കൊട ഒരു ബേസിക് സ്ട്രക്ചറിലേക്ക് വന്നു കഴിഞ്ഞു. പിന്നെ എന്ന് പറയുന്നത് ഇതിൻ്റെ ആക്സസറീസ് ഫിറ്റിംഗ് ആണ്. കൊടയുടെ മുകളിലത്തെ ടോപ്പ്, അതുപോലെ അതിൻ്റെ ഹാൻഡിൽ, ഇതും രണ്ടും ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കൊട ഒരു രൂപം പ്രാപിച്ചു കഴിഞ്ഞു. പാക്കേജിങ്ങിന് മുന്നേ ഇവിടുന്ന് ഇറങ്ങുന്ന എല്ലാ കൊടകളും ഞങ്ങൾക്കൊരു ക്വാളിറ്റി ചെക്കിംഗ് ഉണ്ട്. ക്വാളിറ്റി ചെക്കിങ് ഈ ഫിറ്റിങ്ങോട് കൂടെ അതിൻ്റെ ഒരു നെക്സ്റ്റ് പ്രോസസ്സായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ആ ക്വാളിറ്റി ചെക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊട വൃത്തിയായി മടക്കി ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ പാക്കിംഗ് രൂപത്തിലേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഗോഡൗണിലേക്ക് സ്റ്റോറേജിനായിട്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഒരു 25ഓളം കമ്പോണൻസ് ഒത്തുചേർന്നിട്ടാണ് ഈ കാണുന്ന കൊട ഈ ഒരു ഫോമിലേക്ക് എത്തുന്നത്. ഈ കമ്പോണൻസുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല ഇൻഡസ്ട്രികളിൽ നിന്ന് വരുന്ന ഒരു കമ്പോണൻസുകൾ ചേർന്നിട്ടാണ് ഇതിന് കൊടയുടെ രൂപം പ്രാപിക്കുക. അതായത് ഇതിൻ്റെ തുണി എന്ന് പറയുന്നത് സിന്തറ്റിക് ഫാബ്രിക് ഇൻഡസ്ട്രിയാണ്. അതുപോലെ ഇതിൽ ഉപയോഗിക്കുന്ന ഫ്രെയിം ഫൈബർ ഫ്രെയിം ഉപയോഗിക്കുന്നുണ്ട്, സ്റ്റീൽ ഫ്രെയിം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റീൽ ഇൻഡസ്ട്രിയും ഫൈബർ ഇൻഡസ്ട്രിയും ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇതിനുപയോഗിക്കുന്ന ടോപ്പ്, ഹാൻഡിൽ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയിൽ നിന്നാണ് വരുന്നത്. അത് ഏറ്റവും മികച്ച ക്വാളിറ്റിയിലേക്ക് കസ്റ്റമറിലേക്ക് പ്രൊഡ്യൂസ് ചെയ്തെത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഞങ്ങൾ എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.